Once again, all of you welcome to another video of Module 3. In this video, we are going to discuss about human locomotion, otherwise known as gait. Human gait may be defined as the translatory progression of human body as a whole, produced by coordinated rotatory movements of the body segments, is known as gait or human locomotion. ഹ്യൂമൻ ലോക്കമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മൂവ്മെൻറ്റ്സിനെയാണ്, നടത്തം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ ഗെയ്റ്റ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹ്യൂമൻ ഗെയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് ബൈപ്പെഡലാണ്, രണ്ട് കാലിൽ നടക്കുന്ന ഇതാണ് മനുഷ്യൻ്റെ ഗെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രാൻസ്ലേറ്ററി പ്രോഗ്രഷൻ ഓഫ് ദ ബോഡി സെഗ്മെൻറ്റ് ആസ് എ ഹോൾ, നമ്മുടെ ശരീരം മുഴുവനായിട്ട് മുന്നോട്ട് ഗമിക്കുന്നതിനെയാണ് നമ്മൾ ഗെയ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ്സിന് രണ്ട് തരം കോമ്പണൻസ് ഉണ്ട്, ഒരു റൊട്ടേറ്ററി കോമ്പണൻസും ട്രാൻസ്ലേറ്ററി കോമ്പണൻസും. അപ്പോൾ നമുക്കറിയാം നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ആങ്കിൾ ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആംസ് എല്ലാം അതിൽ ആ ജോയിൻറ്റിലൊക്കെ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ദർ ആർ ടു കോമ്പണൻസ് ആർ ദർ. ഫസ്റ്റ് വൺ ഈസ് റൊട്ടേറ്ററി കോമ്പണൻസ്, ജോയിൻറ്റ് ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ്റെ റൊട്ടേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് ട്രാൻസ്ലേറ്ററി കോമ്പണൻസ്. ഈ റൊട്ടേറ്ററിയുടെയും ട്രാൻസ്ലേറ്ററി ഈ രണ്ട് കോമ്പണൻസും കൂടി ചേർന്നതാണ് ഒരു ഹ്യൂമൻ ലോക്കമോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗെയ്റ്റുമായി ബന്ധപ്പെട്ട ചില ടേംസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിലൊന്ന് സ്റ്റെപ്പ് ലെങ്ത്. സ്റ്റെപ്പ് ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹീൽ വെൻ സ്റ്റെപ്പ് ഈസ് ടേക്കൺ. It corresponds to length of foot. 25 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു ആവറേജ് ലെങ്ത് ഉണ്ടാവുക. ഇൻ ആവറേജ് അഡൽട്ട് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 45 to 50 സെൻറ്റിമീറ്റേഴ്സ്, ദാറ്റ് ഈസ് 15 ഇഞ്ച്. അതായത് ഒരു വ്യക്തിയുടെ പാദത്തിൻ്റെ നീളം ആവറേജ് 25 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഇൻ ആവറേജ് അഡൽട്ട് ദ സ്റ്റെപ്പ് ലെങ്ത് ഈസ് ഇൻ ബിറ്റ്വീൻ 45 to 50 സെൻറ്റിമീറ്റർ, അപ്രോക്സിമേറ്റ്ലി 15 ഇഞ്ചസ് ഉണ്ടാവും. അതായത് ഒരു സ്റ്റെപ്പ് ലെങ്ത്ത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരു ഫൂട്ട് ലെങ്ത്തും കൂടെ അതിൽ ഉണ്ടായിരിക്കും. ദ നെക്സ്റ്റ് ഈസ് സ്ട്രൈഡ് ലെങ്ത്. സ്ട്രൈഡ് ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സെയിം ഹീൽ ആഫ്റ്റർ എ സ്ട്രൈഡ് ഈസ് ടേക്കൺ. ഒരേ എക്സ്ട്രിമിറ്റിയുടെ തന്നെ സെയിം റെഫറൽ പോയിന്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രൈഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 27 to 32 ഇഞ്ചസ്. ദ സ്ട്രൈഡ് ലെങ്ത് വേരീസ് അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് ലോവർ ലിംബ് ആൻഡ് ഹൈറ്റ് ഓഫ് എ പേഴ്സൺ. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ ഒന്ന് നോക്കാം. അതിൽ സ്റ്റെപ്പ് ലെങ്ത്തും സ്ട്രൈഡ് ലെങ്ത്തും നമുക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പ് ലെങ്ത് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റ് ലെഗിൻ്റെ സെയിം പോയിൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസാണ് സ്റ്റെപ്പ് ലെങ്ത്. അതായത് റൈറ്റ് ഹീലിൻ്റെ ഹീൽ സ്ട്രൈക്ക് മുതൽ ലെഫ്റ്റ് ഹീലിൻ്റെ ഹീൽ സ്ട്രൈക്ക് വരെ, നെക്സ്റ്റ് ലെഫ്റ്റ് ഹീലിൻ്റെ ഹീൽ സ്ട്രൈക്ക് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ലെങ്ത് എന്ന് പറയാം. സ്ട്രൈഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രിമിറ്റിയുടെ ഹീൽ സ്ട്രൈക്ക് മുതൽ അടുത്ത അതേ എക്സ്ട്രിമിറ്റിയുടെ ഹീൽ സ്ട്രൈക്ക് വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ സ്ട്രൈഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓരോ മിനിറ്റിലും നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്ന സ്റ്റെപ്പിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ കാഡൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. An healthy individual can take 90 to 120 steps per minute. During normal walking, a linear distance of 5 to 10 centimeter is maintained between midpoint of the feet. It is called width of base support. നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് പാദങ്ങൾ തമ്മിലുള്ള അകലം ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 5 to 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെയാണ് നമ്മൾ വിഡ്ത്ത് ഓഫ് ബേസ് സപ്പോർട്ട് എന്ന് പറയുന്നത്.
During normal walking, there is slight outgoing means നമ്മളെ പാദം ഈ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്പം പുറത്തേക്ക് ഇതിൻ്റെ മുൻഭാഗം തള്ളി നിൽക്കുന്ന പോലെ അല്ലേ ഒരു ആംഗിൾ ഉണ്ടാവും. ഫുട്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ടു ദ വെർട്ടിക്കൽ, ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് പ്രോഗ്രഷൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് ദ ഫുട്ട്. ഇങ്ങനെ നമ്മൾ ഇതൊരു ആംഗിളിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കും നമ്മുടെ കാല് നിൽക്കുന്ന സമയത്ത്. എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക, അപ്പോൾ അത് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ടോ ഔട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 8 to 15 degrees. നമ്മുടെ നോർമൽ വാക്കിങ്ങിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡിഗ്രി ഓഫ് ടോ ഔട്ട് എന്നുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ലോ റൺ ആൻഡ് ഫാസ്റ്റ് വാക്ക്? നമ്മൾ നടത്തവും ഓട്ടവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ സ്ലോ റൺ there is always a stage feet ഓഫ് ദ ഗ്രൗണ്ട്. സ്ലോ റണ്ണിൽ എപ്പോഴും നമ്മുടെ രണ്ട് കാലും ഫ്ലോറിൽ ടച്ച് ചെയ്യാത്ത ഒരു ഫേസ് ഉണ്ടായിരിക്കും. അതിനാണ് ബോത്ത് ഫീറ്റ് ആർ ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് സ്ലോ റണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ വാക്കിങ്ങിൽ ഇൻ ഫാസ്റ്റ് വാക്ക് ദർ ഈസ് ആൾവേസ് എ സ്റ്റേജ് വെൻ ബോത്ത് ഫീറ്റ് ആർ ഓൺ ദ ഗ്രൗണ്ട്. അതായത് ഒരു ഡബിൾ ലിംബ് സപ്പോർട്ട് ഫേസ് വാക്കിങ്ങിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ വാക്കിങ്ങിനെയും റണ്ണിങ്ങിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നടത്ത മത്സരങ്ങളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ അവിടെ നിരീക്ഷിക്കുന്നത് ഇവർ രണ്ട് ലിംബും ഗ്രൗണ്ടിൽ തട്ടാത്തൊരു ഫേസ് ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഔട്ടാവും. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്ലോ റൺ ആൻഡ് ഫാസ്റ്റ് വാക്ക്. സ്ലോ റണ്ണിൽ എപ്പോഴും ഒരു ഫേസ് രണ്ട് ഹീലും ഫ്ലോറിൽ തട്ടാത്തൊരു ഫേസ് ആയിരിക്കും. അതായത് ബോത്ത് ഫീറ്റ് ആർ ഓഫ് ദ ഗ്രൗണ്ട്. എന്നാൽ വാക്കിങ്ങിൽ ബോത്ത് ഫീറ്റ് ആർ ഓൺ ദ ഗ്രൗണ്ട് എന്നൊരു ഫേസ് ഉണ്ടായിരിക്കും. അതായത് അതിന് പറയാം ഡബിൾ സപ്പോർട്ട് ഫേസ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മീൻസ് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി പോയിന്റ് അറ്റ് വിച്ച് all the weight of the body is concentrated at a given instant. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മളെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഈ സർക്കസിലൊക്കെ അഭ്യാസികൾ ഒരു കുന്തത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ല, ബാലൻസ് ചെയ്തിട്ട്. ആ കുന്തം അവർ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ബോഡിയെ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇമാജിനറി പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയിലുള്ളത് ദാറ്റ് ലൈസ് 2 inches ഇൻ ഫ്രണ്ട് ഓഫ് ദ സെക്കൻഡ് സൈക്രൽ വെർട്ടിബ്ര. നമ്മുടെ സെക്കൻഡ് സൈക്രൽ വെർട്ടിബ്രയുടെ 2 ഇഞ്ച് മുന്നിലാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്. ഈ ഒരു പോയിന്റിനെ നമ്മൾ ബേസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ നടക്കുന്ന സമയത്ത് ആ പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഫോളോസ് എ സ്മൂത്ത് സൈനുസോയിഡൽ കർവ്. നമ്മൾ സാധാരണ ഇലക്ട്രിക് സിഗ്നൽസിനൊക്കെ അടയാളപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സൈനുസോയിഡൽ കർവിൽ ദാറ്റ് ഓസിലേറ്റ് നോ മോർ ദാൻ 2 inches അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ഫ്രം സൈഡ് ടു സൈഡ്. അതായത് 2 ഇഞ്ചിൽ കൂടാത്ത ഓസിലേഷൻ സൈഡിലേക്കും മുകളിൽ നിന്ന് താഴേക്കുമുള്ള ഒരു പാറ്റേണിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. സ്റ്റാൻസ് ടൈം, ദി എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ഡ്യൂറിങ് സ്റ്റാൻസ് ഫേസ് ഓഫ് എ ഗേറ്റ് സൈക്കിൾ ഓഫ് 1 extremity. അതായത് ഒരു ഗേറ്റ് സൈക്കിളിലെ ഒരു എക്സ്ട്രിമിറ്റി എത്ര സമയം സ്റ്റാൻസ് ഫേസിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ സ്റ്റാൻസ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സിംഗിൾ സപ്പോർട്ട് ടൈം, ദി എമൗണ്ട് ഓഫ് ടൈം that is spent during the period when only one extremity is on the supporting surface in a gate cycle. സിംഗിൾ സപ്പോർട്ട് ടൈം എന്നത് ഒരു ഗേറ്റ് സൈക്കിളിൽ ഒരു വ്യക്തി ഒരു കാലിൽ മാത്രം നിൽക്കുന്ന
ടൈമിനെയാണ് നമ്മൾ സിംഗിൾ ലിംബ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ഗേറ്റ് സൈക്കിളിൽ ഒരു നിശ്ചിത സമയം അങ്ങനെ ഒരു ഫേസ് ഉണ്ടാവും, ഒരു കാലിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഫേസ്. നെക്സ്റ്റ് ഈസ് ഡബിൾ സപ്പോർട്ട് ടൈം. The amount of the time spent with both feet on the ground during one gait cycle. ഒരു ഗേറ്റ് സൈക്കിളിൽ രണ്ട് ലിംബും സപ്പോർട്ടിംഗ് സർഫസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന എത്ര സമയം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നതാണ് ഡബിൾ സപ്പോർട്ട് ടൈം. The time of double support may be increased in elder patient and in those having balance disorders. The time of double support decreases when speed of walking increases. അപ്പോൾ നമ്മൾ റണ്ണിങ്ങിലൊന്നും ഡബിൾ സപ്പോർട്ട് ഉണ്ടാവില്ല. ഫാസ്റ്റ് വാക്കിങ്ങിൽ ഡബിൾ സപ്പോർട്ടിൻ്റെ ഡ്യൂറേഷൻ കുറയും, അല്ലെങ്കിൽ ഡബിൾ സപ്പോർട്ട് ടൈം റിഡ്യൂസ് ചെയ്യും. ദെൻ സ്ട്രൈഡ് ഡ്യൂറേഷൻ, amount of time spent in completion of one stride or gait cycle. അതായത് ഒരു ഗേറ്റ് സൈക്കിള് അല്ലെങ്കിൽ വൺ സ്ട്രൈഡ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ സ്ട്രൈഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. വൺ സ്ട്രൈഡ് ഡ്യൂറേഷൻ ഫോർ എ നോർമൽ സ്ട്രൈഡ് ഈസ് 1 സെക്കൻഡ്. അതായത് ഒരു നോർമൽ സ്ട്രൈഡിൽ ഒരു സ്ട്രൈഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. ദാറ്റ് ചേഞ്ചസ് ഇൻ സ്ട്രൈഡ് ലെങ്ത് ഡ്യൂറിങ് നോർമൽ സ്ലോ ഫാസ്റ്റ് വാക്കിംഗ്. അതായത് ഈ സ്ട്രൈഡ് ഡ്യൂറേഷൻ ചേഞ്ചസ് ഇൻ സ്ട്രൈഡ് ലെങ്ത് ഡ്യൂറിങ് നോർമൽ സ്ലോ ഫാസ്റ്റ് വാക്കിംഗ്. ദെൻ സ്റ്റെപ്പ് ഡ്യൂറേഷൻ, ദ എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ഇൻ കംപ്ലീഷൻ ഓഫ് എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു സിംഗിൾ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈമിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷർമെൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് സെക്കൻഡ് പെർ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് എത്ര സെക്കൻഡ് കൊണ്ടാണ് എടുക്കുന്നത് എന്നുള്ളത്, അതായത് ഒരു സെക്കൻഡിൽ എത്ര സ്റ്റെപ്പ് എന്നുള്ളതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. വെൻ ദർ ഈസ് വീക്ക്നെസ് ഓർ പെയിൻ ഇൻ ആൻ എക്സ്ട്രിമിറ്റി, സ്റ്റെപ്പ് ഡ്യൂറേഷൻ മേ ബി ഡിക്രീസ്ഡ് ഓൺ ദ ഇഫക്റ്റ് ഓൺ ദ അഫക്റ്റഡ് സൈഡ് വൈൽ ഇൻക്രീസ്ഡ് ഓൺ ദ അൺഅഫക്റ്റഡ് സൈഡ്. എവിടെയെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാല് പെട്ടെന്ന് എടുത്ത് വെക്കുമല്ലോ, അപ്പോൾ സ്റ്റെപ്പ് ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പെയിൻ ഉള്ള സൈഡിൽ സ്റ്റെപ്പ് ഡ്യൂറേഷൻ ഡിക്രീസ് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റെപ്പ് ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ഗേറ്റ് സൈക്കിൾ എന്താണെന്നും അതിലെ ഡിഫറെൻ്റ് ഫേസസ് എന്താണെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുക. We human being uses our two limbs for movement from one point to another point. We walk in our two legs for locomotion. Look at yourself and others. For a normal person, walking happens spontaneously. It happens smoothly without losing balance. But this simple looking walking involves complex events. These events happens in a cycle which repeats itself to create an ambulation. This cycle is known as gait cycle. Sometimes it is also called as walking cycle. In this video, we will try to understand what is gait cycle, its different phases, and what are its significance. Now, this person is walking normally. We have recorded this video specially to analyze the gait cycle. Let us take his right leg as a reference. A gait cycle starts when the heel strikes the ground, and it ends when same heel again strikes the ground. Gait cycle is subdivided into two phases: stance phase and swing phase. Stand phase is the phase during which the foot remains in contact with the ground. In the swing phase, the foot swings in the air away from the ground. Now, stance phase has 5 components: heel strike, foot flat, mid stance, heel off, toe off. Swing phase has 3 components: acceleration, mid swing, and deceleration. Let us analyze the stance phase. In stance phase,
foot remains in contact with the floor. It starts with heel strike and passes through foot flat, mid stance phase and heel off. It ends at toe off. Now let us watch it again and analyze it. Heel strike. Observe that heel is striking the floor, and this is why it is called as heel strike. Foot flat. When foot completely comes in contact with the ground, you can see foot has completely come in contact with the ground, so it is called as foot flat. Mid stance. It is just the midway of the whole stance phase. It is the center of the whole stance phase. Heel off. As the term suggests, it is the component when heel actually leaves the ground. Heel is trying to leave the ground. Toe off when toes leaves the ground. The next phase is swing phase. Swing phase starts immediately after the stance phase. In swing phase, the leg remains in the air and swings forward. It is away from the ground. It starts with toe off and it passes through acceleration, mid swing, deceleration. In acceleration, as the term suggests, person tries to accelerate the leg forward. He tries to move the leg forward. Mid swing, during the mid swing, the leg remains in the center of the swing phase. It is the center of the swing phase. In decelerate, the person tries to decelerate, stop the leg for a next heel strike. Actually, decelerate prepares the person for next stance phase. Together, stance phase and swing phase make a complete cycle. This gait cycle happens in both the leg, and as a result of this repetitive gait cycle, ambulation occurs. Do you know that stance phase makes 60% of the total gait cycle and swing phase makes only 40% of the total gait cycle? So, next time when you walk, keep in mind that you're actually walking in a gait cycle. Thank you. ഈ വീഡിയോയിലൂടെ ഗൈഡ് സൈക്കിള് അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ഫേസസ് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു നോർമൽ ഗൈറ്റാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അബ്നോർമൽ ഓർ പത്തോളജിക്കൽ ഗൈറ്റ്. എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടോ അതല്ലെങ്കിൽ വൈകല്യങ്ങളൊക്കെ ഉണ്ടോ ഒരാളുടെ നോർമൽ ഗൈറ്റ് ആൾട്ടർ ചെയ്യും. ഇതിനാണ് നമ്മൾ പത്തോളജിക്കൽ ഗൈറ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മെയിൻ റീസൺസ് ഫോർ പത്തോളജിക്കൽ ഗൈറ്റ്? പത്തോളജിക്കൽ ഗൈറ്റ് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ മസ്കുലാർ വീക്ക്നെസ്, ലിംബ് ലെങ്ത് ഡിസ്ക്രിപ്പൻസി, ജോയിൻ്റ് ഓർ മസ്കുലാർ വീക്ക്നെസ് ഓർ ലിമിറ്റേഷൻസ് ആൻഡ് എനി പെയിൻ ദാറ്റ് കോസസ് pathological gait. In neurological gait, we are going to discuss about Parkinson's gait, hemiplegic gait, ataxic or cerebellar gait, scissoring gait. പാർക്കിൻസൺസ് ഗെയ്റ്റ് നമ്മളെ പാർക്കിൻസൺസ് ഡിസീസിൽ, വിൽസൺ ഡിസീസിൽ, അതുപോലെ തന്നെ സെറീബ്രൽ അതിറോസ്ക്ലിറോസിസ് ഈ കണ്ടീഷനിലൊക്കെ കാണുന്ന ഒരു ഗെയ്റ്റാണ് പാർക്കിൻസൺസ് ഗെയ്റ്റ്, അതർവൈസ് നോൺ ആസ് ഷഫ്ലിംഗ് ഗെയ്റ്റ്. അതിൻ്റെ പോസ്റ്റർ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഫ്ലക്സ്ഡ് പോസ്റ്റർ ഓഫ് നെക്ക്, ട്രങ്ക്, ഹിപ്പ് ആൻഡ് നീ ഡ്യൂ ടു റിജിഡിറ്റി. നമുക്ക് ഇവരുടെ മെയിനായുള്ളൊരു സിംറ്റമാണ് റിജിഡിറ്റി. അപ്പോൾ ആ റിജിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർ അല്പം മുന്നിലേക്ക് വളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫോൾസ് ആൻറ്റീരിയർലി, അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് വീഴാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഷോർട്ട് സ്റ്റെപ്പ്, ലാക്കിംഗ് ഹീൽ സ്ട്രൈക്ക് ആൻഡ് ടോ ഓഫ്.
ഇവർ നടക്കുന്ന സമയത്ത് ചെറിയ ഷോർട്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുക. ഒരു ഹീൽ സ്ട്രൈക്ക് ഓഫ് ഒന്നും ഉണ്ടാവില്ല. ലോസ് ഓഫ് ആം സ്വിങ് ആൻഡ് പെൽവിക് റൊട്ടേഷൻ. നമ്മൾ വാക്കിങ്ങിൻ്റെ സമയത്ത് പെൽവിക് റൊട്ടേഷനും ആം സ്വിങ്ങും സാധാരണ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. ഇതാണ് പാർക്കിൻസൺസ് ഗെയ്റ്റിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഈസ് ഹെമിപ്ലീജിക് ഗെയ്റ്റ്. ഹെമിപ്ലീജിക് ഗെയ്റ്റ് നമ്മൾ സാധാരണ ഹെമിപ്ലീജിയയിലാണ്. ഹെമിപ്ലീജിയ ഉണ്ടാവുന്നത് സ്ട്രോക്കിലാണ്. അപ്പോൾ സ്ട്രോക്കിൽ കാണുന്ന ഒരു ഗെയ്റ്റാണ് ഹെമിപ്ലീജിക് ഗെയ്റ്റ്. ഇവർ നടക്കുന്ന സമയത്ത് ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഓഫ് പാരാലിസിസ് ആണല്ലോ. അപ്പോൾ ഇവർക്ക് അഫക്റ്റഡ് സൈഡിൽ ഹിപ്പ് ഹൈക്ക് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അവരുടെ ഹീൽ സ്ട്രൈക്ക് ചെയ്യുന്നതിനൊന്നും സാധിക്കില്ല. അപ്പോൾ അവർ ഈ ഒരു നടക്കുന്ന സമയത്ത് ഗെയ്റ്റിന് വേണ്ടി, അതായത് കാല് മുന്നിലേക്ക് വെക്കുന്നതിന് വേണ്ടി ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിൽ ലിംബിനെ മൂവ് ചെയ്യും. അങ്ങനെ ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിൽ ലിംബിനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് സർക്കംഡക്ടറി ഗെയ്റ്റ് എന്ന പേരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ അവരുടെ ഫുഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റെഡ് കളറിൽ കാണുന്നത് അഫക്റ്റഡ് സൈഡിലെ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ അഫക്റ്റഡ് സൈഡിലെ സ്റ്റെപ്പ് നേരെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നതിന് പകരം ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിൽ മൂവ് ചെയ്തിട്ടാണ് അവർ മുന്നിലേക്ക് എടുത്തു വെക്കുക. അപ്പോൾ ഈ ഒരു ഗെയ്റ്റിനെയാണ് നമ്മൾ ഹെമിപ്ലീജിക് ഗെയ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അറ്റാക്സിക് ഗെയ്റ്റ്. അറ്റാക്സിക് ഗെയ്റ്റ് സാധാരണ കാണുന്നത് സെറിബെല്ലാർ അറ്റാക്സിയയിലാണ്. ലാക്കിംഗ് കോർഡിനേഷൻ ആൻഡ് റിസംബിൾസ് ഓഫ് ഡ്രങ്കൺ ഗെയ്റ്റ്. നമുക്ക് കള്ളു കുടിച്ച ആളുകൾ നടക്കുന്ന പോലെയുള്ള ഒരു ഗെയ്റ്റാണ് ഇതിൽ കാണുക. നെക്സ്റ്റ് ഈസ് സിസറിംഗ് ഗെയ്റ്റ്. സിസറിംഗ് ഗെയ്റ്റ് നമ്മൾ സ്പാസ്റ്റിക് പാരാപ്ലീജിയയിൽ കാണുന്ന ഗെയ്റ്റിനാണ് സിസറിംഗ് ഗെയ്റ്റ് അല്ലെങ്കിൽ ക്രോസ്ഡ് ലെഗ് ഗെയ്റ്റ് എന്നും അതിനെ പറയും. സെറിബ്രൽ പാൾസിയിൽ അതുപോലെ തന്നെ പാരാപ്ലീജിയയിലൊക്കെ നമ്മൾ സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഇത് പ്രധാനമായിട്ടും ഇത് കാണാറുണ്ട്. ഇവിടെ ലെഗ്സ് ആർ ക്രോസ്ഡ് ഡ്യൂ ടു അഡക്ടർ ടൈറ്റ്നസ്. നമ്മുടെ തൈസിലെ അഡക്ടർ ഗ്രൂപ്പ് മസിൽ ടൈറ്റ് ആകുമ്പോൾ ലെഗ് ക്രോസ് ചെയ്ത് വരും. കോമൺ പെരോണിയൽ നെർവ് ലീഷനെ കൊണ്ടുണ്ടാകുന്നതാണ് ഹൈ സ്റ്റെപ്പിംഗ് ഗെയ്റ്റ്. അപ്പോൾ ഇതിൽ ഫുഡ് ഡ്രോപ്പ് ഉണ്ടാകും. ഫുഡ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ഹീൽ സ്ട്രൈക്കിൻ്റെ സമയത്ത് ഫൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാല് ഒന്ന് ഉയർത്തി വെക്കും. ഇതിനാണ് നമ്മൾ ഹൈ സ്റ്റെപ്പിംഗ് ഗെയ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അൻറ്റാൾജിക് ഗെയ്റ്റ്. അൻറ്റാൾജിക് ഗെയ്റ്റ് മീൻസ് നമ്മുടെ ബോഡിയിൽ പെയിൻ ഉണ്ടാകുന്ന സമയത്ത്, എസ്പെഷ്യലി ലോവർ ലിംബിൽ നമ്മുടെ ജോയിൻസിലോ അതല്ലെങ്കിൽ മസിൽസിലൊക്കെ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഗെയ്റ്റാണ് അൻറ്റാൾജിക് ഗെയ്റ്റ്. ഈ സ്റ്റെപ്പിൽ സ്വിംഗ് ഫേസിനെ അപേക്ഷിച്ച് സ്റ്റാൻഡ് ഫേസ് ഡ്യൂറേഷൻ വളരെ ഷോർട്ടായിരിക്കും. മോഡ്യൂൾ 3-ലെ ഗെയ്റ്റ് എന്ന ഈ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. See you next time with another topic. Okay, thank you.